Exercise 6.1 problem 2. The volume of a cube is increasing at the rate of 8 centimeter cube per second. How fast is the surface area increasing when the length of an edge is 12 centimeter? അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വോളിയത്തിൻ്റെ ഫോമിൽ നിന്ന് തുടങ്ങുക. വി ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് വേർ എക്സ് ഇസ് ദ ലെങ്ത് ഓഫ് എഡ്ജ്. ഇനി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 3x square dx by dt, but it is given that dv by dt equal to 8 centimeter cube per second. Substitute ചെയ്തിട്ട് dx by dt equal to 8 by 3x square. കാണേണ്ടത് how fast is the surface area increasing എന്നാണ്. അപ്പോൾ സർഫസ് ഏരിയയുടെ ഫോമിലെടുക്കുക. a is equal to 6x square. Differentiating with respect to t, dA by dt equal to 6 into x square with respect to x differentiate ചെയ്യുമ്പോൾ 2x into പിന്നെ എക്സിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു 12x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇനി ഡി എക്സ് ബൈ ഡി ടിക്ക് നമ്മൾ നേരത്തെ കണ്ടുവച്ച 8/3x² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി എക്സ് ഈക്വൽ ടു 12 ആവുമ്പോൾ ഡി എ ബൈ ഡി ടി കാണണം. അപ്പോൾ എക്സിന് 12 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 12 ഇൻറ്റു 8/3x എന്നാണ് വരിക. അതിൽ എക്സിന് 12 കൊടുത്ത ആൻസർ 8/3 centimeter square per second. അപ്പോൾ സർഫസ് ഏരിയ ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് 8/3 centimeter square per second ആണ് ആൻസർ. നെക്സ്റ്റ് എക്സസൈസിൽ 10th question. A ladder 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? അപ്പോൾ ഇമാജിൻ ചെയ്യുക, ഒരു ചുമരിൽ ഒരു ലാഡർ ചാരി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ലാഡറിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് വലിക്കണ ഇത് ഇമാജിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രൗണ്ടിലുള്ള ഡിസ്റ്റൻസ്, ലാഡർ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് എന്നും പിന്നെ വാളിൻ്റെ ഹൈറ്റ് വൈ എന്നും എടുക്കുക. പിന്നെ ലാഡറിൻ്റെ ലെങ്ത് അവർ തന്നിട്ടുണ്ട് 5 മീറ്റർ. അപ്പോൾ ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് x² + y² ഇസ് ഈക്വൽ ടു 5² എന്ന് എഴുതാം. ഇനി വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. ഇനി ത്രൂ ഔട്ട് 2 ഡിവൈഡ് ചെയ്ത് കളയുക. അപ്പോൾ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി ടി ആണ് എഴുതേണ്ടത്. അപ്പോൾ വൈ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു -x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു -x/y ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. Now it is given that dx by dt equal to 2 centimeter per second. When x equal to 4 meter y-യുടെ വാല്യൂ കണ്ടുപിടിക്കണം. അത് √25 - x² യൂസ് ചെയ്തിട്ട് 3 എന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് ഡി വൈ ബൈ ഡി ടിയിൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എക്സും വൈയും മീറ്ററിലാണ്. അപ്പോൾ അതിന് സെൻറ്റിമീറ്റർ ആക്കണം, കാരണം ഡി എക്സ് ബൈ ഡി ടി സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു -4 × 100 ബൈ 3 × 100 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിയുടെ 2 ന്യൂമറേറ്ററിൽ. ഇനി ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ -8/3 centimeter per second എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് എക്സസൈസിൽ 11th question. എ പാർട്ടിക്കിൾ മൂവ്സ് along the curve 6y = x³ + 2. Find the points on the curve at which y coordinate is changing 8 times as fast as the x coordinate. അപ്പോൾ തന്നിട്ടുള്ളത് dy by dt ഈക്വൽ ടു 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആണ്. y ഈസ് ചേഞ്ചിങ് 8 times as fast as x coordinate എന്ന് പറയുമ്പോൾ dy by dt ഈക്വൽ ടു 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇനി തന്നിട്ടുള്ള ഇക്വേഷന് സ്റ്റാർട്ട് ചെയ്യുക. 6y = x³ + 2. വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 6 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. 2ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഇനി ഡി വൈ ബൈ ഡി ടി എഴുതി കഴിഞ്ഞാൽ x²/2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കിട്ടും. ഡി വൈ ബൈ ഡി ടിക്ക് 8 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. അപ്പോൾ 8 ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു x²/2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. ഡി എക്സ് ബൈ ഡി ടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് x² വാല്യൂ 16 എന്ന് എടുക്കും. Therefore x is equal to +or - 4.
ഇനി എക്സിന് 4 എന്നുള്ള വാല്യൂ വരുമ്പോൾ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കുക. 11 എന്ന് കിട്ടും. എക്സിന് -4 എന്നുള്ള വാല്യൂ ആകുമ്പോൾ വൈയുടെ വാല്യൂ -31/3 എന്ന് കിട്ടും. Therefore required points are 4, 11 and -4, -31/3. 12th question. The radius of an air bubble is increasing at the rate of ½ centimeter per second. At what rate is the volume of the bubble increasing when radius is 1 centimeter? ഇപ്പോൾ തന്നിട്ടുള്ളത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. Therefore dr/dt = ½ centimeter per second. കാണേണ്ടത് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. അപ്പോൾ വോളിയത്തിൻ്റെ ഫോമുലയിൽ നിന്ന് തുടങ്ങുക. ബബിൾ എന്ന് പറയുമ്പോൾ സ്ഫിയറിൻ്റെ വോളിയം എടുക്കുക. V = 4/3 πr³. ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, dv/dt = 4/3 പൈ കോൺസ്റ്റൻറ്റ്. r³ വിത്ത് റെസ്പെക്ട് ടു r ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ 3r² ഇൻറ്റു പിന്നെ dr/dt. ഇപ്പോൾ 4πr² ഇൻറ്റു dr/dtക്ക് ½ എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 2πr² എന്ന് കിട്ടും. ഇനി റേഡിയസ് 1 ആവുമ്പോഴാണ് നമുക്ക് dv/dt കാണേണ്ടത്. അപ്പോൾ 2πr²-ൽ r-ന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുക. അപ്പോൾ ആൻസർ 2π cm³/s. Therefore volume increases at the rate of 2π cm³/s. Now question number 14. Sand is pouring from a pipe at the rate of 12 cm³/s. The falling sand forms a cone on the ground in such a way that height of the cone is always 1/6 of the radius of the base. How fast is the height of the sand cone increasing when the height is 4 cm? അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുക, സാൻഡ് പോർ ചെയ്യുമ്പോൾ കോണിൻ്റെ ഫോമിലാണ് വീഴണത്. അതിൻ്റെ റേഡിയസ് r-ഉം ഹൈറ്റ് h-ഉം ആണ് എടുക്കുക. എന്നിട്ട് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കിയേ. 12 cm³/s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് dv/dt ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഹൈറ്റ് ഈസ് 1/6 r. ഇനി വോളിയത്തിൻ്റെ ഫോമുലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. V = 1/3 πr²h. നമുക്ക് കാണേണ്ടത് dh/dt ആണ്. അപ്പോൾ r = 6h എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ V = 1/3 πr²h. അതിൽ r-ന് 6h എന്ന് കൊടുക്കുക. അപ്പോൾ 1/3 π ഇൻറ്റു 6h² ഇൻറ്റു h എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു π/3 ഇൻറ്റു 36h³. ഇനി ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു t, dv/dt = 12 π, അത് കോൺസ്റ്റൻറ്റ്. h³ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 3h² ഇൻറ്റു dh/dt. ഇനി dv/dtക്ക് 12 എന്നുള്ള വാല്യൂ കൊടുത്തിട്ട് എഴുതാം. അപ്പോൾ 12 = 12 π ഇൻറ്റു 3h² dh/dt. Then dh/dt = 1/3 πh². Now when h = 4 cm, dh/dt = 1/3 π ഇൻറ്റു h-ന് 4 എന്നുള്ള വാല്യൂ കൊടുത്താൽ 4². അപ്പോൾ ആൻസർ 1/48 π cm/s. Height is increasing at the rate of 1/48 π cm/s.